ഹലോ സുഹൃത്തുക്കളെ, ഞമ്മളിപ്പോൾ ഉള്ളത് ഏർവാടി ദർഗയിൽ നിന്ന് അല്പം സഞ്ചരിച്ചാൽ കിട്ടുന്നുള്ള കാട്ടുപള്ളി ദർഗയിലാണ് ഞമ്മളുള്ളത്. അപ്പോൾ അവിടെ കാണുന്ന ഒരു മഖാമിൻ്റെ പിന്നാമ്പുറത്താണ് ഇപ്പോൾ നമ്മൾ സ്ഥിതി ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് ഒരു മഖാമാണ്. ആ മഖാമിൻ്റെ ആ മഹാൻ അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കുക. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നുള്ള പല കാര്യങ്ങളത്തിൽ ഇവിടെ വരുന്നുണ്ട്. പല ആഭിജാതീയ കർമ്മങ്ങൾ ചെയ്തിട്ട് അവർ പെട്ടുപോയവർ, അങ്ങനെ സിഹിർ ബാധിച്ചവർ പല ആൾക്കാരുമാണ് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത്. ദർഗയാണിത്. ഇവിടെ എല്ലാ മനുഷ്യന്മാരുണ്ട്, ജാതിമന്യം ഭേദമന്യേ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അങ്ങനെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ സിയാറത്തിന് വരാമെന്നാണ്. എല്ലാവരും വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. இந்த மண்ணு ஈமானுக்காக ரத்த சுண்டிய மண்ணு. இந்த ஏர்வாடி இப்ராஹிம் பாதுஷா தர்கா அப்பாஸ் மந்திரி சிப்பாய் അടക്കസ്ഥലം. ഓക്കെ. അപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് ഇപ്പോൾ ഇസ്മായിൽ ഭായി ആണ് സംസാരിച്ചത്. അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും ആ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേര് സഫർ ബ്ലോഗ്. അപ്പോൾ അവരാണ് നിങ്ങളോടിപ്പോൾ ഈ ദർഗയെ കുറിച്ചിട്ട് അധികരമായിട്ട് സംസാരിച്ചത് അവരാണ്. അപ്പോൾ യാത്രയിൽ നമുക്ക് കൂടെ കൂട്ടാം. അപ്പോൾ അവിടെ പല ആൾക്കാരും പല ദേശത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഇൻതസാം ചെയ്യപ്പെട്ടുള്ളത്. തബ്റുക്ക് ആൾ മക്കൾ